ഹൈവേയിൽ യാത്ര ചെയ്യുന്നവരുടെ ഏറ്റവും വലിയൊരു ആശ്വാസവും എന്നാൽ ഏറ്റവും വലിയ തലവേദനയുമാണ് ഫാസ്ടാഗ്. സത്യമായിട്ടും നന്നായി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുന്നിലൊരു ടോൾ ബൂത്ത് വരുന്നത് എന്തൊരു കഷ്ടമാണ്. എന്നാൽ അതിലും കഷ്ടമായിട്ടുള്ള കാര്യമാണ് മുന്നിലത്തെ വണ്ടിയിൽ ഫാസ്ടാഗ് ഇല്ലെങ്കിൽ. എന്താ പൊന്നോ, നമ്മൾ ഹോൺ അടിച്ച് അവരെ ശല്യപ്പെടുത്താൻ നോക്കുമ്പോൾ പുറകിലുള്ള 10 പേര് നമ്മൾ ഹോൺ അടിച്ച് ശല്യപ്പെടുത്തും. ജാനുവരി 1, 2021 മുതൽ എല്ലാ വണ്ടികളിലും ഫാസ്ടാഗ് മാൻഡേറ്ററി ആക്കിയതാണ്. എന്നിട്ടും അത് വെക്കാതെ കുറെ ആൾക്കാർ ഇപ്പോഴും നടപ്പുണ്ട്. ഈ കാരണം കൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര എഫക്റ്റീവ് അല്ല ഫാസ്ടാഗ്. എന്നാൽ ഫാസ്ടാഗിനേക്കാളും കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പുതിയ ടോളിംഗ് സിസ്റ്റം ഇതാ കൊണ്ടുവരികയാണ്. ഗ്ലോബൽ നാവിഗേഷൻ സിസ്റ്റം ടോളിംഗ്, അഥവാ സാറ്റലൈറ്റ് ഉപയോഗിച്ച് ഒരാളുടെ ലൊക്കേഷൻ പിൻ പോയിന്റ് ചെയ്ത് കൃത്യമായിട്ട് ടോൾ പിടിക്കുക എന്നുള്ളത്. നമ്മൾ സ്ഥിരം ഫോണിൽ ലൊക്കേഷൻ ഇടുമ്പോൾ പറയാനുള്ള കാര്യമാണ് GPS ഇടുക. പക്ഷെ നിങ്ങൾ എത്ര പേർക്ക് അറിയായിരുന്നു GPS അഥവാ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത് USA ആണെന്ന്? സോ പുതിയ ടോളിംഗ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞുതരാം, കേട്ടോ. ഫസ്റ്റ് തന്നെ നിങ്ങളുടെ വണ്ടിയുടെ അകത്ത് ഒരു ഓൺ ബോർഡ് ട്രാക്കിംഗ് ഡിവൈസ് ഘടിപ്പിക്കണം. എന്നിട്ട് ഈ ട്രാക്കിംഗ് ഡിവൈസ് ഉണ്ടല്ലോ, ഇത് നമ്മുടെ സാറ്റലൈറ്റിന്റെ ഡേറ്റാബേസ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. GPS എന്ന് പറയുന്നത് USA ആണല്ലോ, അപ്പൊ അവരുടെ കയ്യിൽ നമ്മുടെ ഡേറ്റ പോകുമെന്നുള്ള പേടി ഉണ്ടാവും. അവിടെയാണ് ഇന്ത്യക്കാരുടെ സ്വന്തമായിട്ടുള്ള നാവിഗേഷൻ സിസ്റ്റം വരുന്നത്. യെസ്, ഗഗൻ. സോ ഗഗൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു നാവിഗേഷൻ സിസ്റ്റമാണ്. അത് ഓൾമോസ്റ്റ് 10 മീറ്ററിന്റെ വരെ ആക്യുറസി തരാൻ പറ്റുന്ന ഒരു സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റമാണ്. സോ ഈ പരിപാടിക്ക് നമ്മൾ ഗഗനെയാണ് ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഹൈവേ ഉണ്ടല്ലോ, ഹൈവേ പോകുന്ന വഴിയെല്ലാം ഒരു ലാറ്റിറ്റ്യൂഡ് ലോങ്ങിറ്റ്യൂഡും ഉണ്ടാവല്ലോ. അപ്പോൾ ഈ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും അഥവാ കോർഡിനേറ്റ്സ് എടുത്തിട്ട് ഇവിടെ കൂടെയൊക്കെയാണ് ഈ ഒരു ഹൈവേ പോകുന്നത് എന്നുള്ളൊരു ഡേറ്റ നമ്മൾ സംഘടിപ്പിക്കും. ഈ ഒരു ഡേറ്റ പ്ലസ് നമ്മുടെ ഹൈവേയുടെ ഇമേജും കാര്യങ്ങളെല്ലാം ഒരു സോഫ്റ്റ്വെയറിൽ ഫീഡ് ചെയ്ത് വെക്കും. ഇനി നമ്മുടെ വണ്ടിക്കകത്തുള്ള ഈ ഒരു GPS ഉണ്ട്. ഈ ഒരു GPS ഗഗനുമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ വണ്ടിയുടെ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും കൃത്യമായിട്ട് കണ്ടുപിടിച്ച് ഈ ഒരു ഡേറ്റ ഡയറക്റ്റ് ആയിട്ട് സെർവർ ത്രൂ ഈ ഒരു സോഫ്റ്റ്വെയറിലേക്ക് അയക്കുകയും ആ ഒരു സോഫ്റ്റ്വെയറിൽ അവർ മാപ്പ് ചെയ്തിരിക്കുന്ന കോർഡിനേറ്റുകളിൽ കൂടെയാണോ ഈ ഒരു വണ്ടി ട്രാവൽ ചെയ്യുന്നത് എന്ന് മാച്ച് ചെയ്യുകയും അങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഈ വണ്ടിയുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ ഫാസ്ടാഗ് വാളറ്റ് പോലെ ഒരു വാളറ്റിൽ നിന്നും എത്ര ദൂരമാണോ ആ ഒരു കോർഡിനേറ്റ്സ് കവർ ചെയ്തിരിക്കുന്നത് അത്രയും ദൂരത്തിന്റെ ടോള് പിടിക്കും. ആൻഡ് എത്രയൊക്കെയാണ് ടോള് പിടിക്കേണ്ടത് എന്നും അവരുടെ സോഫ്റ്റ്വെയറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ സത്യം പറഞ്ഞാൽ നമ്മൾക്കുള്ള ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ പോയിന്റ് എയിൽ ടോൾ ബൂത്ത് ഉണ്ട്. ആ ഒരു ടോള് കടന്ന് നമ്മൾ ജസ്റ്റ് ഒരു കിലോമീറ്റർ മാത്രമേ പോയുള്ളൂ. അപ്പോഴേക്കും നമുക്ക് പോകേണ്ട സ്ഥലം എത്തിയെങ്കിൽ നമ്മൾ ആ ഒരു റോഡിന്റെ മുഴുവൻ ടോള് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു കിലോമീറ്റർ പോയ ദൂരത്തിന്റെ മാത്രം ടോള് കൊടുത്താൽ മതി. പക്ഷേ ഇത് ഇന്ത്യയാണ്. ഒബ്വിയസ്ലി നമ്മൾ ആദ്യം ചിന്തിക്കുന്ന കാര്യമാണ്, നമ്മൾ പോകുന്ന വഴി ട്രാക്ക് ചെയ്യാൻ പറ്റിയ മാത്രമല്ലേ ഇവന്മാരെ ടോള് പിടിക്കുള്ളൂ. ഈ ഓൺ ബോർഡ് ഡിവൈസ് അഥവാ GPS ഊരി വെച്ചാൽ പോരെ, അല്ലെങ്കിൽ GPS വെക്കാതിരുന്നാൽ പോരെ. ഇങ്ങനെയാണെങ്കിൽ പിന്നെ ടോളേ കൊടുക്കാണ്ട് ഇന്ത്യ മൊത്തം എനിക്ക് ചുറ്റിക്കൂടെ? എന്നാൽ ആ ഒരു സംഗതി പറ്റില്ല. ഈ ഹൈവേകളിലെല്ലാം ക്യാമറകളുണ്ട്. നിങ്ങളൊരു ഹൈവേയുടെ ഒരു എൻട്രി പോയിന്റിൽ കൂടെ കയറുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ വെഹിക്കിളിന്റെ ഫോട്ടോ, ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റിന്റെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യും. അതിനുശേഷം ഈ ഒരു ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് ക്യാപ്ചർ ചെയ്ത ഡേറ്റയും നിങ്ങളുടെ വണ്ടിയിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡേറ്റയും കൂടെ മാച്ച് ചെയ്ത് ഈ വണ്ടി ഈ കോർഡിനേറ്റിൽ കൂടെ ആ ഒരു സമയത്ത് പോയിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷമാണ് ഈ ഒരു ടോൾ പിടിക്കുന്നത്. സോ ഇൻ കേസ് നിങ്ങൾ അതിൽ കൂടെ പോയി നിങ്ങളുടെ ഫോട്ടോ വന്നു, പക്ഷേ ആ ഒരു ഡേറ്റ ആ ഒരു GPS സിസ്റ്റത്തിൽ ഇല്ല എങ്കിൽ നിങ്ങൾ ഊരി വെച്ചിട്ടുണ്ട് ഓൺ ബോർഡ് ഡിവൈസ്, അല്ലെങ്കിൽ നിങ്ങൾ ഓൺ ബോർഡ് ഡിവൈസ് വെക്കാതെയാണ് പോകുന്നത് ആൻഡ് ഡയറക്ട്ലി നിങ്ങൾക്ക് ഫൈൻ വരും. ഈ പുതിയ ഹൈവേ ടോളിംഗ് സിസ്റ്റം കേൾക്കാനൊക്കെ അടിപൊളിയാണെങ്കിലും ഇന്ത്യയിൽ 2021 ഫാസ്ടാഗ് നിർബന്ധമാക്കി. 2021 നിർബന്ധമാക്കിയത് 2024. ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം ട്രാവൽ ചെയ്തപ്പോഴും എൻ്റെ മുന്നിലുള്ളവൻ ഫാസ്ടാഗ് വെക്കാത്തത് കൊണ്ട് അയാൾ കയ്യിൽ നിന്ന് കാശ് കൊടുക്കേണ്ടി വന്നു എന്നുള്ളതുകൊണ്ട് എൻ്റെ പുറകിൽ 10 വണ്ടിയുടെ ഹോണടി ഞാൻ കേൾക്കേണ്ടി. ആൻഡ് ഇപ്പോഴും ഫാസ്ടാഗ് വെച്ചവരിൽ പോലും പല ആൾക്കാരുടെ ഫാസ്ടാഗും ബ്ലാക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. സോ നമ്മൾ ഫാസ്ടാഗിൽ ബാലൻസ് ഇല്ല എങ്കിൽ കയ്യിൽ നിന്ന് കാശ് കൊടുക്കാന്ന് വെച്ചാൽ ഇരട്ടി കാശ് വാങ്ങിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു സ്റ്റിക്കറിന്റെ രൂപത്തിൽ നോട്ട് ബുക്കിൽ നെയിം സ്ലിപ്പ് ഒട്ടിക്കുന്ന ഒരു ലാഘവത്തോടു കൂടി ഒട്ടിക്കാൻ പറ്റുന്ന ഈ ഫാസ്ടാഗ് ഇപ്പോഴും ആൾക്കാർ ഒട്ടിച്ചിട്ടില്ല എങ്കിൽ ഒരു വലിയ ഓൺ ബോർഡ് ഇലക്ട്രിക്കൽ ഡിവൈസ്, ആ ഒരു ഡിവൈസ് വണ്ടിയിൽ ഘടിപ്പിക്കുക എന്നുള്ളത് എന്തായാലും പെട്ടെന്ന് നടക്കുന്ന പരിപാടിയല്ല. അതുകൊണ്ട് തന്നെ ഫാസ്ടാഗ് മുഴുവനായിട്ട് മാറ്റിയിട്ടായിരിക്കില്ല ഈ ഒരു കാര്യം വെക്കാൻ പോകുന്നത്. ഫാസ്ടാഗ് എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ ഉണ്ടാകും. അതിൻ്റെ കൂടെ പാരലായിട്ട് ഈ ഒരു സിസ്റ്റവും കൂടി കൊണ്ടുവന്ന് വണ്ടികളിലെല്ലാം ഓൺബോർഡ് ഡിവൈസുകൾ വെച്ചതിന് ശേഷം മാത്രമായിരിക്കും കംപ്ലീറ്റ് ആയിട്ട് ഫാസ്ടാഗ് നിർത്താനായിട്ട് പോകുന്നത്. എന്നാൽ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ഫാസ്ടാഗ് നമ്മുടെ വണ്ടിയിൽ ഘടിപ്പിക്കുന്നതുകൊണ്ട് അതിന് ബാറ്ററിയുടെയോ കണക്ടിവിറ്റിയുടെയോ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ പോകുന്ന ടോൾ ബൂത്തുകളിലെ ആ ഒരു സ്കാനറിന് വേണ്ട പവർ മാത്രം മതി. ആൻഡ് ഇറ്റ് ഈസ് വെരി സിമ്പിൾ. വൺ ടൈം കോസ്റ്റ് ആണ് ആ ഒരു സാധനം ഇൻസ്റ്റാൾ ആക്കുക എന്നുള്ളത്. മെയിൻ്റനൻസ് ഒന്നും തന്നെ ഇല്ല അത്ര പെരുത്ത്. പക്ഷേ ഓൺ ബോർഡ് ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് ഒക്കെയാണ് വെക്കുന്നതെങ്കിൽ ഈ ഒരു ട്രാക്കിംഗ് ഡിവൈസ് മാൽ ഫംഗ്ഷൻ ചെയ്യരുത്. ഇലക്ട്രോണിക് ഡിവൈസ് ആണ്, ഇതിന് പവർ വേണം, ഇതിനകത്തൊരു സിം കാർഡ് വേണം, എന്നാലേ സെർവറുമായിട്ട് കണക്ടിവിറ്റി തന്ന് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് കണക്ടിവിറ്റി ഫുൾ ടൈം വേണം, എന്നാലേ റിയൽ ടൈമിൽ ഇത് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ 1 വർഷത്തേക്ക് ഫോണിൽ കൂടെ വണ്ടി എവിടെയാണെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ആപ്പ് ഫ്രീ ആയിട്ട് തന്നു. 2ാമത്തെ കൊല്ലം തൊട്ട് ആ ഒരു ആപ്പ് വേണമെങ്കിൽ 3500 രൂപ വർഷം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിയിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു ഗവൺമെൻറ് ഈ സാധനമെല്ലാം ഫ്രീ ആയിട്ട് വണ്ടിയിൽ ഘടിപ്പിക്കാൻ പറയുമെന്നും വർഷാവർഷം ഈ ഒരു കണക്ടിവിറ്റിക്കൊന്നും പൈസ കൊടുക്കാതെ ഇപ്പോൾ ഫാസ്ടാഗ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക്
നമുക്ക് ഈ ഒരു ട്രാക്കിംഗ് ഡിവൈസ് ഉപയോഗിച്ച് ഈ ഒരു ടോൾ സിസ്റ്റം ചെയ്യാൻ പറ്റുമെന്ന് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും ഇതിലും വലിയൊരു വിറ്റുണ്ട്. ഈ ഒരു കാര്യം പോയിട്ട് നമ്മുടെ പാർലമെന്റിൽ പ്രൊപ്പോസ് ചെയ്ത സമയത്ത് പാർലമെന്റുകാർ ചോദിച്ച ഒരേ ഒരു കാര്യമുള്ളൂ, ശരി സംഭവമൊക്കെ കൊള്ളാം, ഇതൊക്കെ പ്രാക്ടിക്കലി നടപ്പിലാക്കാം, ഇതൊക്കെ ഞാൻ സാങ്ഷൻ ചെയ്യാം, പക്ഷേ ഈ പോകുന്ന വണ്ടികളുടെ എല്ലാം റിയൽ ടൈം ഡേറ്റയാണല്ലോ നമ്മൾ ഈ സെർവറിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ ഒരു സെർവർ ഏതെങ്കിലും മനുഷ്യൻ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കൺട്രിക്ക് തന്നെ ഏറ്റവും വലിയൊരു ത്രെറ്റായിട്ട് മാറില്ലേ? ഇത് ഹാക്ക് ചെയ്യില്ല എന്ന് 100% എന്തുറപ്പാണ് നിങ്ങൾക്ക് തരാൻ പറ്റുന്നത്? സോ ഈ ഒരു കാര്യം പ്രൊപ്പോസ് ചെയ്തു ആൻഡ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പോഴും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു പുതിയ ടോളിംഗ് സിസ്റ്റത്തിനെ പറ്റിയിട്ട്? ഇത് ഇംപ്ലിമെൻ്റ് ആകുവാണെങ്കിൽ എത്ര കൊല്ലം എടുക്കും? ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ലതായിരിക്കുമോ മോശമായിരിക്കുമോ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.